കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. കേൾക്കാം അദ്ദേഹത്തിന് പറയാം. ഇതിന് എക്സ്റ്റൻഷൻ കൊടുത്താൽ അവർക്കെല്ലാം കൊടുക്കേണ്ടി വരും. കടുത്ത വൈദ്യുതി ക്ഷാമം നേരിടുന്ന കേരളം പോലെ സംസ്ഥാനത്ത് ഈ ജലവൈദ്യുതി പദ്ധതികളുടെ കാലാവധി കഴിഞ്ഞിട്ടും അത് നീട്ടിക്കൊടുക്കുന്നത് ജനവിരുദ്ധതയാണ്, ജനതാൽപര്യങ്ങൾക്ക് വിരുദ്ധമാണ്. ഇത് കൊള്ളയാണ്, അഴിമതിയാണ്. ഇവിടെ വ്യവസായ മന്ത്രി വ്യവസായങ്ങളെപ്പറ്റി മാത്രമേ പറയുന്നുള്ളൂ. സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസത്തെപ്പറ്റി അദ്ദേഹം പറയുന്നില്ല. ക്യാപ്റ്റീവ് പവർ വ്യവസായങ്ങൾക്ക് നൽകുന്നതിനോട് ഞങ്ങളാരും എതിരല്ലല്ലോ. ഞങ്ങൾ ഇന്നും പണ്ടും എതിർത്തിട്ടില്ല, ഇപ്പോഴും എതിർത്തിട്ടില്ല. പക്ഷെ കാലാവധി കഴിഞ്ഞിട്ടും അവർക്ക് നീട്ടിക്കൊടുക്കുന്നത് മുതലാളിമാരുടെ താല്പര്യം സംരക്ഷിക്കുകയാണ്. അവിടെ ജനങ്ങളുടെ താല്പര്യം നിങ്ങൾ തള്ളിക്കളയുകയാണ്. അതിൻ്റെ പിന്നിലാണ് അഴിമതി എന്ന് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടേണ്ട ഈ വൈദ്യുതി മാത്രമല്ല, ഈ എഗ്രിമെൻറ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. എഗ്രിമെൻറ്റിൽ പറയുന്നത് എന്താണ്? ഇവർ എഗ്രിമെൻറ്റ് വയലേറ്റ് ചെയ്താൽ ഇലക്ട്രിസിറ്റി ബോർഡിന് കാരണം കാണിക്കാതെ ഇത് മുഴുവൻ ഏറ്റെടുക്കാനുള്ള അധികാരമുണ്ട്. ഇവരുടെ ഈ മുഴുവൻ വൈദ്യുതി നിർമ്മാണ സംവിധാനങ്ങളും ഇലക്ട്രിസിറ്റി ബോർഡിന് സുമോട്ടോ ഏറ്റെടുക്കാനുള്ള അധികാരം നിലനിൽക്കുകയാണ്. മുഖ്യമന്ത്രി ക്യാബിനറ്റ് യോഗം പോലും ചേരാതെ മന്ത്രിസഭാ സബ് കമ്മിറ്റി വിളിച്ചുകൂട്ടി തീരുമാനമെടുക്കുന്നത്. മന്ത്രിസഭാ സബ് കമ്മിറ്റി എന്ന് പറയാൻ കഴിയില്ല. വ്യവസായ മന്ത്രിയെയും വൈദ്യുതി മന്ത്രിയെയും വിളിച്ചുകൂട്ടി ഈ തീരുമാനമെടുക്കുന്നത് 25 വർഷത്തേക്ക്. അപ്പോൾ ഇത് കൊള്ളയല്ലെങ്കിൽ മറ്റെന്താണ്? അതുകൊണ്ട് ഗവൺമെൻറ് ഈ തീരുമാനം തിരുത്തണം. ഈ ജലവൈദ്യുതി പദ്ധതി ഗവൺമെൻറ് ഏറ്റെടുക്കണം. അവിടെ പ്രവർത്തിക്കുന്ന രാജീവ് പറയുന്നത് വ്യവസായങ്ങൾ ഇനി ആരും വരില്ല ഇങ്ങോട്ട്. അവിടെ പണിയെടുക്കുന്ന തൊഴിലാളികളുണ്ട്. ഞങ്ങൾ വ്യവസായത്തിന് എതിരല്ലല്ലോ. തൊഴിലാളികളുണ്ടെങ്കിൽ അവർ പ്രവർത്തിക്കട്ടെ. അദ്ദേഹം പറയുന്നു ഇവിടെ 100 കോടി രൂപയുടെ എക്സ്പോർട്ട് നല്ല കാര്യം. ഈ കമ്പനി നല്ല നിലയിൽ പ്രവർത്തിക്കുന്നതിന് തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കുന്നത് ഞങ്ങളാരും എതിരല്ല. പക്ഷേ ഈ എഗ്രിമെൻ്റ് പാലിച്ചുകൊണ്ട് വൈദ്യുതി പ്രതിസന്ധി നേരിടുന്ന കേരളത്തിൽ ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് ഇത് വരികയും സാധാരണ ജനങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്ന ഈ കറണ്ട് ചാർജ് അല്പമെങ്കിലും ആശ്വാസം കൊടുക്കാൻ ഉപയോഗിക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. അത് ചെയ്യാതെ മണിയാർ ജലവൈദ്യുതി പദ്ധതിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ കടുപ്പിക്കുകയാണ് രമേശ് ചെന്നിത്തല. കർബ്രാൻഡം കമ്പനിക്ക് കരാർ നീട്ടി നൽകാനുള്ള വ്യവസ്ഥയില്ല. കരാർ നീട്ടി നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ആ കമ്പനി മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങളെല്ലാം വസ്തുതാ വിരുദ്ധമാണെന്നും എണ്ണി പറയുകയാണ് ചെന്നിത്തല. വൈദ്യുതി മന്ത്രി ആ സ്ഥലത്ത് തുടരേണ്ടതുണ്ടോ എന്ന ചോദ്യം കൂടി ചെന്നിത്തല ചോദിക്കുന്നു.